നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ. ബഹുമാന്യ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും അഭിനന്ദനങ്ങളും ആശംസകളും. ആദ്യമായിട്ട് പ്രേം നസീറിൻ്റെ കാര്യം നമ്മൾ 2 പ്രാവശ്യം പറഞ്ഞ് 3-ാമത് പ്രാവശ്യം നിർത്തുകയാണ്. അത് 2 കാര്യമാണ്. ഒന്ന്, ടിമി ടോമോ മറവിയിൽ കിടന്ന ടിമി ടോമ് ചർച്ചയ്ക്ക് അവസരം കിട്ടി. ചാനൽ ചർച്ചയ്ക്ക് ഏതുപോലെയാണ് ലോകം മുഴുവൻ വിസ്മൃതിയിലേക്ക് ആഴ്ത്തിക്കൊണ്ടുപോയ ഗസയെക്കുറിച്ച് അല്ലെങ്കിൽ പലസ്തീനെക്കുറിച്ച് ഹമാസ് ഇസ്രായേലിൽ കയറിയപ്പോൾ ലോക വാർത്ത മുഴുവൻ അവരാണ്. അതുപോലെ ഇപ്പോൾ ടിമിയാണ്. അതിൽ മറ്റൊരു ഗുണമുള്ള വശം എന്ന് വെച്ചാൽ പ്രേം നസീറിനെ സമൂഹം അല്ലെങ്കിൽ സമുദായം അല്ലെങ്കിൽ പുതുതലമുറ വാസ്തവത്തിൽ അവഗണിച്ചിരിക്കുക. ആ അവഗണനയിൽ നിന്ന് ഒരു മുൻഗണന ക്രമത്തിൽ വന്നാൽ ടിമി ടോമിയുടെ ആ സംസാരത്തിന് മൂല്യമുണ്ടായി. അപ്പം അതുകൊണ്ട് ടിമി ടോമിയെ ഒരു രീതിയിൽ നമ്മൾ പുകഴ്ത്തുകയും മറ്റു രീതിയിൽ നമ്മൾ എതിർക്കുകയും ചെയ്യണം. ഇതിലും സത്യാവസ്ഥ ജനങ്ങൾ മനസ്സിലായി. ഇപ്പോഴെങ്കിലും പ്രേം നസീർ എന്ന ആൾ ജീവിച്ചിരുന്നു, ഇവിടെ ലോകപ്രസിദ്ധനായിരുന്നൊക്കെ മനുഷ്യർ പറഞ്ഞു കൊടുക്കണ്ടല്ലോ. നിങ്ങൾ മറന്നുപോയില്ലേ? അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ബെസ്റ്റ് പോലും ഉണ്ടാക്കിയിട്ടുണ്ടോ ഈ കേരളത്തിൽ? സത്യൻ്റെ പേരിൽ ഞാൻ പറയില്ലേ, സത്യൻ്റെ പേരിൽ മരിച്ചതിന് പിറ്റേ വഴി തന്നെ അവിടെ 10-30 സത്യം മരിച്ച 70-ലാണ്. 50 വർഷമായില്ല, 55 വർഷമായി. 55 വർഷം കൊണ്ട് പഴക്കമുണ്ട് അവിടെ ആ കല്യാണ മണ്ഡപം അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് ഹാള്. പ്രേം നസീറിനെതിരെയോ ചിറെങ്കിലും എന്തോ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അതും തടസ്സം നിൽക്കാണ്ട് ഒന്നും നടക്കുന്നില്ല. ഇത്ര മനുഷ്യത്വരഹിതമായിട്ട് ഇത്രയും ഒരു നന്ദികേട് കാണിച്ച വർഗം മലയാളികൾ അത്രയില്ല. ഞാൻ പറയാൻ കാരണം, ഈ പ്രേം നസീറിൻ്റെ ലക്ഷക്കണക്കിന് രൂപ വാങ്ങി പഠിച്ച് വളർന്ന് ലോകപ്രസിദ്ധരായ ഒരുപാട് ആൾക്കാർ, അവർക്കെങ്കിലും ചിന്തിക്കാമല്ലോ, ഞങ്ങളെ വളർത്തിയത് ഇദ്ദേഹമാണ്, ഒരു ബെസ്റ്റ് ഓയിൽ ഉണ്ടാക്കാമെന്ന്. നന്ദിയില്ലാത്തവർക്ക് എന്തേ പറഞ്ഞത്? ഏതായാലും ടിമി ടോമി പറഞ്ഞതിൻ്റെ പേരിൽ ഇപ്പോൾ ജനങ്ങളൊരു ചർച്ചയ്ക്ക് എടുത്ത വിഷയം, അത് കുറച്ച് ദിവസമായിട്ട് ചർച്ചയാണ്. അതിൽ നമ്മൾ അഭിനന്ദിക്കണം. മറ്റൊന്ന്, ഇപ്പം നാളെ ഇന്നിപ്പോൾ ബസ് സമരമായിരുന്നു. ബസ് സമരം എന്ന് പറഞ്ഞാൽ 1975 10 പൈസ മിനിമം ചാർജ് ഉണ്ടായത് കേവലം 50 വർഷം കൊണ്ട്. 50 വർഷം കൊണ്ട് അത് 10 രൂപയായി. എത്ര ഇരട്ടി കൂടി? 100 ഇരട്ടിയാണ് കൂടിയേക്കുന്നത്. മൊത്തം നോക്കി 10 പൈസ ഉണ്ടായത് 10 രൂപ ആകുമ്പോൾ എത്ര ഇരട്ടിയാണ് കൂടുന്നത്? 1 രൂപയാണെങ്കിൽ 10 ഇരട്ടി, 10 രൂപ 100 ഇരട്ടി. 100 ഇരട്ടി കൂടി ഇരിക്കുകയല്ലേ ഇത്? ഒരു കൊല്ലത്തിൽ 2 ഇരട്ടി കൂടി. അങ്ങനെ കൂടി ഇപ്പോൾ വലിയ ബസ് ചാർജ് വലിയ വർധനമാണ്. കഴിഞ്ഞ ഒരു 7-8 വർഷം എടുത്തല്ലേ ഒരു ജസ്റ്റിസ് രാമേന്ദ്രനെ ഒരു ഒരു കമ്മിറ്റിയായിട്ട് വെച്ച് അദ്ദേഹം വിട്ട രീതിയിൽ ഏറ്റവും വലിയൊരു തട്ടിപ്പെന്നായിരിക്കും. ഒരു പോയിന്റ് എടുത്തു കളഞ്ഞ് എനിക്കൊരു 8 കഴിഞ്ഞപ്പോൾ 9 10 പോകണം. ആ ഒരു പോയിന്റിലാണ് സാധാരണ അധികം ആൾക്കാർ യാത്ര ചെയ്യുന്നത്. മിനിമം ചാർജ് പോയി ആ പോയിന്റിലില്ല. അപ്പം നേരെ 10 പോവാണ്. അതിന് ആ ഒരു ഒറ്റ കാലത്ത് തന്നെ ഏതാണ്ട് 100-500 ദിവസം ബസ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. എന്നിട്ടും ചാർജ് കൂട്ടണം എന്താ പറയുന്നത്? ഈ ചാർജ് കൂട്ടി അപ്പോഴും ഈ സാധാരണക്കാർക്ക് അവർ കാര്യം ചിന്തിക്കുന്നുണ്ടോ? പക്ഷെ അവർ പറഞ്ഞ ഒരു പോയിന്റ് വളരെ കറക്റ്റാണ്. അത് അന്നും ഞങ്ങൾ അന്വയിക്കുകയാണ്. അതായത് EST സ്റ്റുഡൻസ് ടിക്കറ്റ്, അതായത് ഹൈക്കോടതിയിൽ ചെന്നപ്പോൾ അത് നിരോധിക്കാൻ വ്യവസ്ഥയില്ല എന്ന് പറഞ്ഞു. എന്താ കാരണം? സ്കൂളിൽ റാഗിങ് നിരോധിക്കാൻ പറഞ്ഞ് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തപ്പോൾ ഹൈക്കോടതി പറഞ്ഞു അങ്ങനെ നിയമമില്ല, പിന്നെ നിരോധിക്കാൻ പറ്റും. അപ്പോൾ STകളൊക്കെ നിയമമില്ല. നിങ്ങൾ റേഷനരി വാങ്ങിക്കുമ്പോൾ വിദ്യാർത്ഥിയാണെന്ന് വെച്ചാൽ ആനുകൂല്യം കൊടുക്കുന്നുണ്ടോ? ഇല്ല, ഫുൾ കാശ് കൊടുക്കണം. 1 കിലോ അരിക്ക് സർക്കാർ വില എത്ര അത് ഗുണം കൊടുക്കണം. അതിനേക്കുള്ള അത്യാവശ്യമൊന്നുമില്ലല്ലോ ബസ് യാത്ര. അപ്പം അതുകൊണ്ട് ആകെ ബസ് ചാർജിൻ്റെ 50% ആക്കണം എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. 50% ആക്കണം. ഡിസ്കൗണ്ട് കൊടുക്കേണ്ടതല്ല, കൊടുക്കാം. എത്രയാണോ ബസ് ചാർജ് അത് കൊടുക്കും. കാരണം സിനിമ ടിക്കറ്റ് 20 100 150 കൊടുത്ത് പോകുന്നുണ്ട്. പിന്നെ
മിഠായി മറ്റു ഭാഗം വാങ്ങിക്കാൻ അവരുണ്ട്. 25 പൈസ ഉണ്ടായിരുന്ന പാരീസ് മിഠായി ഇപ്പോൾ 2 രൂപയ്ക്ക്, 1 രൂപ 2 രൂപയ്ക്കാണ്. എത്ര ഇരട്ടി കൂടി. അതുകൊണ്ട് ബസ്സുകാർ പറഞ്ഞ ഒരു പോയിന്റിന് അനുകൂലിക്കാതിരിക്കാൻ പറ്റില്ല. അത് സ്റ്റുഡൻറ് ടിക്കറ്റാണ്. സ്റ്റുഡൻറ് ടിക്കറ്റ് കൊടുക്കാൻ നിയമമില്ല. പക്ഷേ നമ്മളത് പറയണത് അത് ഹാഫ് ചാർജ് ആക്കണം. 10 രൂപ 5 രൂപ ആക്കണം. 5 രൂപ 10 രൂപ ദിവസം 2 മിഠായിയുടെ കാശല്ലേ ഉള്ളൂ. അതൊരു പ്രതിഷേധം. ബാക്കിയൊന്നും വലിയ പരിഹരിക്കാൻ പറ്റില്ല. അത് ആ ഒരു. മറ്റൊന്ന്, നാളെ ഇന്നിപ്പോൾ 8-ാം തീയതി, നാളെ 9-ാം തീയതി ദേശീയ പണിമുടക്കാണ്. 2-3 മാസം മുമ്പ് തന്നെ തൊഴിലാളി സംഘടനകളെല്ലാം സർവകക്ഷി BJP ഒഴിച്ചുള്ള, അല്ലെങ്കിൽ BJPയുടെ HMS ഒഴിച്ചുള്ള, അല്ല BMS ഒഴിച്ചുള്ള എല്ലാം ചേർന്ന് 2-3 വർഷം പ്ലാൻ ചെയ്താണ്. ഓക്കെ, നല്ലത്. ആ പണിമുടക്ക് ഇന്നിപ്പോൾ ഹർത്താലായി. കടകളോ കയറി ഇറങ്ങി അനൗൺസ് ചെയ്ത് പറയാണ്, നിങ്ങൾ കട തുറക്കരുത്, പുറത്തിറങ്ങരുത് എന്ന്. അത് ഹർത്താൽ തുല്യമാക്കി. അത് ആർക്ക് വേണ്ടി? ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടിയില്ല. ഇവിടെ അതെല്ലാണ്ട് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒക്കെ ഉണ്ട്. എല്ലാ ഉരുത്തക്കെട്ടവരുണ്ട്. എന്താണെന്നോ, തൊഴിലാളികൾക്ക് വേണ്ടി. തൊഴിലാളിക്ക് വേണ്ടി സമരം നടത്തി കുഴപ്പമില്ല, കൂട്ടി സമരം നടത്തി ഈ ഘട്ടത്തിൽ. പക്ഷേ അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ബഹുഭൂരിപക്ഷം എന്നൊരു പബ്ലിക് ഉണ്ട് ഇന്ത്യയിൽ, കേരളത്തിൽ. ഈ പബ്ലിക്കിന് ഇന്ന് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വില വർദ്ധന തന്നെയാണ്, തൊഴിലില്ലായ്മയാണ്. ആ തൊഴിലില്ലായ്മ പരിഹാരമാണെങ്കിൽ പറയുന്നുണ്ടോ, അല്ലെങ്കിൽ വില വർദ്ധന ഉണ്ടോ? ഒരിക്കലും പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 100 കാര്യം പറഞ്ഞ കൂടുതൽ ആ വില വർധനവും പരിഗണിക്കണം എന്നല്ല പറയേണ്ടത്. ഇന്ധന വില വർധനയെതിരെയും ഗ്യാസ് വില വർധനയെതിരെയുള്ള, അതായത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ മേൽ വരുന്ന വില വർധനയെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു അഖിലേന്ത്യാ പണിമുടക്കോ അഖിലേന്ത്യാ ഹർത്താൽ വഹിക്കരുത്. ചെയ്തോടോ നിങ്ങൾ. ഇപ്പൊ UDF ഭരണം കിട്ടി അധികാരം കയറാൻ ശ്രമിക്കാണ്. എല്ലാ കുറുക്കുവഴിയുണ്ട്. ഇപ്പൊ മനസ്സിലായില്ലേ എവിടെയൊക്കെ ആത്മാർത്ഥതയാണെന്നുള്ളത്? എന്ത് ആത്മാർത്ഥതയാണ്? ഇപ്പൊ സതീശന്റെ ഒരു പ്രസ്ഥാനം ഒന്നല്ലൊന്ന്. നമ്മുടെ ആ ജ്യോതി ആ പെണ്ണ്, ആ ചാല പെണ്ണ് വന്നു നമ്മുടെ മന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്നു. ആരും ഊണൊക്കെ BJP കൊണ്ടുവന്നപ്പോഴ് അതൊന്നും അങ്ങനെ ഇല്ല എന്നും ശരിയല്ല എന്നും VD സതീശൻ പറഞ്ഞു. അതിൽ ഞങ്ങൾ യോജിക്കുകയാണ്. കാരണം അവർ പക്ഷേ UDFിലെ 2 പ്രധാന കക്ഷികൾ മുസ്ലിം ലീഗും കോൺഗ്രസും. ആ മുസ്ലിം ലീഗിൻ്റെ യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് പറഞ്ഞാൽ അറിയോ, അതിന് റിയാസിനെ എതിർത്താണ്. അല്ലെങ്കിൽ BJP പറഞ്ഞാൽ പോയിനോട് അനുകൂലിച്ചാണ്. കാരണം നോക്കണേ. അപ്പോൾ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചില ആൾക്കാരോട് അല്ലെങ്കിൽ ചില നേതാക്കളോട് ഉള്ള നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ സ്റ്റേ അവിടെ കാണുന്നുണ്ട്. മൊത്തം എതിർക്കുകയാണെങ്കിൽ UDF മൊത്തം എതിർക്കണ്ടേ? അപ്പം ഓരോരുത്തർക്കും ഓരോ താല്പര്യമാണ്. പറവൂർ മത്സരിക്കുന്ന VD സതീശന് CPMന്റെ ഒരു അനുകൂലമില്ലാതെ അവിടെ ഈസി വാക്കോറല്ല. കുറേ വർഷങ്ങളായിട്ട് അഡ്ജസ്റ്റ്മെൻ്റാണ് അവിടെ. CPM മത്സരിക്കും, CPക്ക് പ്രതി താല്പര്യം കാണിക്കില്ല. അല്ലെങ്കിൽ അലിയൊക്കെ വലിയ രീതിയിൽ പാസ്സായി ജയിച്ചു വന്നാള്. ഇപ്പം ഇല്ലല്ലോ, കുറേ നാളായിട്ട്, കഴിഞ്ഞ 5 ടേമായിട്ട് ഇല്ലെന്ന് പറഞ്ഞത് VD സതീശൻ ജയിക്കുന്നത്. അപ്പം ഈ ഞാൻ പറഞ്ഞത് സതീശൻ കുറ്റം പറഞ്ഞില്ല, എല്ലാവർക്കും സ്വാർത്ഥ താല്പര്യമാണ്. അപ്പോൾ വില വർദ്ധനയെതിരെ എന്തിനാണെങ്കിലും ഹർത്താലാക്കിയത് അത് ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റില്ല. പണിമുടക്ക് നടത്തുക, ആവശ്യം കൊടുക്കുക അല്ലെങ്കിൽ അനുകൂലം കൊടുക്കുക, പണിമുടക്കാം. അല്ലാതെ ഒരു ഹർത്താലാക്കി വെച്ചാൽ അങ്ങേറ്റം വിമർശനമുണ്ട്, പ്രതിഷേധമുണ്ട്. അതാണ് ചെയ്യുന്നത്. അതിന് ഈ ചാരസംഘടന ഓരോ പാർട്ടി ലക്ഷ്യം. ബസ് വെർജിൻ്റെ കാര്യം അത് പറഞ്ഞു. ഇപ്പം പിന്നെ നാളത്തെ പണിമുടക്ക്. ഈ മറ്റൊന്ന് വീണ്ടും നമ്മൾ പറയുന്നത് ഒന്നുകൂടി സ്ട്രെസ് ചെയ്ത് പറയാണ്, എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ പ്രതിപക്ഷം, കേരളത്തിലെ ഭരണകക്ഷി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷങ്ങൾ ഈ ഇന്ധന വില വർധനവെതിരെ ഒരു ശബ്ദം ഉറപ്പിക്കുന്നില്ല, ഒരു പ്രതിഷേധ സ്വരം, ഒരു പത്രപ്രസ്താവന. ലോകത്ത് ഇത്രയും എന്തരത്ത് വിലയുള്ള രാജ്യം വേറെ ഇല്ലെന്ന് പറഞ്ഞത്. ഒരു പ്രതിഷേധവും ഇല്ല. എന്നിട്ട് ഇപ്പോൾ തൊഴിലാളികൾക്ക് സമരം ആനുകൂല്യം കിട്ടാൻ വേണ്ടി, ശമ്പള വർദ്ധനു വേണ്ടിയൊക്കെ ദേശീയ പണിമുടക്കും ദേശീയ ഹർത്താലായി. ഇനിയിപ്പോൾ ദൈർഘ്യം ബന്ധാക്കട്ടെ.
ഇതൊന്നും സഖാക്കളെ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാര് ഇതൊന്നും അല്ല. ജനങ്ങൾ നിങ്ങളെ സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട്. കോൺഗ്രസ് വീക്ഷിക്കുന്നുണ്ട്, BJP വീക്ഷിക്കുന്നുണ്ട്, പിന്നെ കമ്മ്യൂണിസ്റ്റും വീക്ഷിക്കുന്നുണ്ട്. ജനങ്ങൾ മണ്ടനാണ് പറയരുത്. അതൊക്കെ പണ്ട് കാലത്തായിരുന്നു. ഇന്ന് പബ്ലിക് പൊതുജനം കഴുതിയല്ല. ഇന്ന് അവർ വളരെ ബുദ്ധിമാന്മാരും ചിന്തകരും വളരെ ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ വിലയിരുത്തുന്നതാണ്. അവർ നിങ്ങളെല്ലാം വിലയിരുത്തുന്നുണ്ട്, ഓർമ്മ വയ്ക്കണം. അതാണ് പറയുന്നത്. വീണ്ടും പെട്രോൾ ഇന്ധന വില വന്നതിനെതിരെ ഒരു ശബ്ദം അല്ലെങ്കിൽ ഒരു അപശബ്ദം, ഒരു പ്രതിഷേധ സ്വരം കേൾക്കാൻ കൊതിയാണ് ഞങ്ങൾ പറഞ്ഞത്. ഈ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും പ്രതിപക്ഷവും കൂടി നടത്തിയിട്ട് അങ്ങനെ ഒരു പ്രതിഷേധ സമരം ഇന്ത്യയിൽ നടത്താൻ, അതൊന്ന് കാണാനും കേൾക്കാനും ജനകോടിയിൽ പറയുന്നത് ഞങ്ങൾക്ക് കൊതിയാകുന്നതാണ്. എന്താ ചിന്തിക്കാട്ടെ? സതീഷ് എന്താ ചിന്തിക്കാത്തെ? സതീഷ് പ്രതിപക്ഷ നേതാവല്ലേ? കേരളത്തിൽ ഇന്ധന വില വർധനതിരെ ഒരു എന്തെങ്കിലും ചെയ്യാൻ പാടില്ലേ? ഏതെങ്കിലും ഒരു സമരം ഈ സതീഷിൻ്റെ വന്നതിന് ശേഷം ഗവൺമെന്റിനെതിരെ, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിനെതിരെ ഏതെങ്കിലും ശക്തമായ ആത്മാർത്ഥമായ ഒരു സമരം നടത്തിയിട്ടുണ്ടോ സതീഷൻജി? ആത്മാർത്ഥ ചോദിക്കുന്നത്. നിങ്ങളിപ്പോൾ 61 സീറ്റൊക്കെ ഒപ്പിക്കാൻ പോണ്ടല്ലോ. ആ ഒപ്പിക്കലൊന്നും കാര്യം നടക്കില്ല. നിങ്ങൾ ചെയ്യണമെങ്കിൽ കാര്യങ്ങൾ മനസ്സിലായിട്ട് മനഃശാസ്ത്രപരമായിട്ട് വിലയിരുത്തണം. ജനങ്ങളെ വികാരം മനസ്സിലാക്കണം, ജനങ്ങളെ മാൻഡേറ്റ് മനസ്സിലാക്കണം. പണ്ട് ഇന്ദിരാഗാന്ധിക്ക് അത് മനസ്സിലാക്കിയ കാലം ഉണ്ടായിരുന്നു. സതീഷിനെ മനസ്സിലാക്കില്ല. അല്ലെങ്കിൽ ഇന്ധന വിലവർധന ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. പക്ഷെ എത്രയായി? 11 വർഷമായില്ലേ അത് ചെയ്തില്ല. നിങ്ങളിപ്പോൾ ആകെ കൂടി നിൽക്കുന്നത് എല്ലാം കൂടി ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർത്ത് കോൺഗ്രസിന്റെ തളികയിൽ വെച്ചിരുന്നുള്ള അങ്ങനെയൊന്നും ആർക്ക് താല്പര്യമൊന്നുമില്ല. അവർ വീഴ്ചയും കാര്യങ്ങൾ നിങ്ങളുടെ താല്പര്യം മാത്രം നോക്കുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് കേവലം 9% മാത്രമുള്ള ഒരു സമൂഹത്തിന് അവർക്ക് മുഖ്യമന്ത്രി വേണമെന്ന് വെങ്കന്ദ്രനല്ല പരസ്യമായിട്ട് പോലും പറയാം? നിങ്ങൾ എന്താണ് ഇവിടെ അവകാശം? ആ 9% ഉള്ളിൽ നിന്ന് 70% നിങ്ങൾ BJP വോട്ട് ചെയ്യുന്നവരല്ലേ നിങ്ങളുടെ ആൾക്കാർ? 5 പേർക്കും വേണം. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ, ഇപ്പം ആകുന്നില്ല. ഇപ്പം ജനങ്ങൾ സമ്മതിക്കണില്ല. ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ സമ്മതിക്കണില്ല. ജനങ്ങൾ സമ്മതിക്കാനുള്ള 40%, അത് വീണ്ടും പറയുന്നത് 9% ഉള്ളവർക്ക് മുഖ്യമന്ത്രി സ്ഥാനം, 10% ഉള്ളവർക്ക് മുഖ്യമന്ത്രി സ്ഥാനം, 15% ഉള്ളവർക്ക് മുഖ്യമന്ത്രി സ്ഥാനം, 21% ഉള്ളവർക്ക് മുഖ്യമന്ത്രി സ്ഥാനം. പക്ഷെ 40% ഉള്ളവർക്ക് മിണ്ടില്ല. അതേതാ മിണ്ടാത്തത്? രാഷ്ട്രീയക്കാരോടും വാർത്താ ചാനലിനോടും പറയണം. കഴിഞ്ഞ ദിവസം കർണാടകയിൽ 100-ൽ പരം കുട്ടികളെ ബലാത്സംഗം ചെയ്ത് കൊന്ന് കത്തിക്കാൻ ഞാൻ കൂട്ടുന്നു പറഞ്ഞ ഒരാൾ വക്കീലന്മാരുടെ സഹായത്തിൽ കേസ് കൊടുത്തിരിക്കുക കർണാടകയിൽ. ആ സംഭവം ഈ ചാനലുകാരെന്താ ഒരു മിണ്ടാത്തത്? ഞാൻ പറയണേ, ചാനലുകാർ ഏത് ചാനലാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ച ഉടനെ ചർച്ചയാണല്ലോ. അവൾ വേറൊരു മലബാറിലെ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീ കാമുകിൻ്റെ കൂടെ, ഭർത്താവുള്ളവരാണ്, പക്ഷെ കാമുകിലൂടെ പോയെന്ന് പറഞ്ഞാൽ അവർ ആത്മഹത്യ ചെയ്ത്. അതിന് നമ്മുടെ CPMൻ്റെ നമ്മുടെ മുൻ ആരോഗ്യമന്ത്രിയൊക്കെ പറഞ്ഞല്ലോ താലിബാനിസമാണെന്നൊക്കെ. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ സംഗീതമാണ്, ജാതീയമാണ്, വർഗീയമാണ് പറയരുത്. വസ്തുതയായിട്ട് പറയുമ്പോൾ അതെല്ലാം പറയണം. അതേ സ്ഥാനത്ത് ആലപ്പുഴയിൽ ഒരു പെൺകുട്ടി വീട്ടിലൊന്നിരുന്നിട്ട് രാത്രി വിചരിക്കാൻ പോയി, അല്ലെങ്കിൽ വേഷകാലത്ത് പോയിട്ട് തിരിച്ചപ്പോൾ അമ്മയും അച്ഛനും കൂടി ഒരുമിച്ച് തല്ലിക്കൊന്നില്ലേ, കഴിച്ചരിച്ച് കൊന്നില്ലേ? അവിടെ ഇന്ന് താലിബാനിസ് ഒന്നും പറഞ്ഞില്ലല്ലോ ഈ കമ്മ്യൂണിസ്റ്റ് സഖാക്കളൊന്നും. പറയുമ്പോൾ വിളക്കൂതി ഇരുട്ടാക്കിയിട്ട് കാര്യമില്ല. കാര്യങ്ങളെ പറയണം. അതൊന്നും കാണുന്നില്ല. ഈ 100 ചില്ലാൻ പേര് അത് കൊച്ചു കുട്ടികളെയൊക്കെ ബലാത്സംഗം ചെയ്ത് കൊന്നിട്ട് അത് 2-3 എത്ര വർഷം കഴിഞ്ഞാണ് ഇയാൾ കൊടുക്കുന്നത്. ഇയാൾക്ക് ഉറക്കം വരുന്നില്ല കാരണം സഹിക്കാൻ പറ്റാതെ അങ്ങനെ പറഞ്ഞ് അവസാനം കുറ്റബോധം വന്ന് പോലീസിൽ പരാതിപ്പെട്ട്. ആ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ഒരു ചാനലും വാർത്ത പോലും കൊടുത്തായിട്ട് ഒന്നുമില്ല. അതങ്ങനെയാണ് ലുലുവിൻ്റെ ഇന്നലത്തെ തീവട്ടി കൊല ചെയ്തിട്ട് മനോരമ 10 ന്യൂസിലും കൊടുത്തില്ലല്ലോ. മാതൃഭൂമിയെ നോക്കിയില്ല, അത് കൊടുത്തില്ല. കാരണം അവർക്ക് പരസ്യങ്ങൾ കൊടുക്കുന്നതാണ്. അത് ചന്തകളിൽ ചരമകോളത്തിൽ കൊടുത്ത്, കാരണം അവർക്ക് അത്ര കടപ്പാടില്ല. ഇങ്ങനെ വൻ തോക്കുകൾക്ക് വേണ്ടി, കോടീശ്വരന്മാർക്ക് വേണ്ടി, മൾട്ടിനാഷണൽ കമ്പനികൾക്ക് വേണ്ടി പത്രമാധ്യമങ്ങളെ അവർ വിലക്കെടുത്ത് അവർക്കെതിരെ ശബ്ദിക്കാൻ പറ്റില്ല.
ഇപ്പോൾ ഗിരിപ്പയ്യാണ് ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ സ്വർണ്ണം നിയന്ത്രിക്കാതെ വില വെച്ച് ഗിരിപ്പയ്യ. ഗിരിപ്പയ്ക്കെതിരെ എന്തെങ്കിലും ആരോപണം വന്നാൽ ഉടനെ 2 കോടി പരസ്യം കൊടുക്കാൻ വരുമ്പോഴേക്ക് ഫുൾ ഷീറ്റ്. പിന്നെ വരാൻ വേണ്ടൂല, മാറും വേണ്ടൂല, ആരും വേണ്ടൂല. പബ്ലിക്കിനെ തികച്ചും ഒതുക്കി നശിപ്പിച്ച് അവരുടെ ലാഭത്തിന് വേണ്ടി മാത്രം, അവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രം ചില പേര് ഞാൻ പറഞ്ഞത്, ചില ഇന്ത്യൻ കമ്പനികളിൽ സ്വിറ്റ്സർലൻഡിൽ കിടക്കുന്ന എത്ര 1000 ലക്ഷം കോടിയാണോ, എത്ര ലക്ഷം കോടി, എത്ര 1000 ലക്ഷം കോടിയാണ്. അത് എടുത്ത് കൊണ്ടുവരാനും പറ്റില്ല. അവിടെ എടുത്ത് ചിലർക്ക് പാവത്ത് തോന്നിയിട്ട് ഇവിടെ കൊടുക്കുമ്പോൾ എന്തെടുത്തിട്ടെന്ന് അറിയോ? ഇതുപോലെ ഞാൻ പറഞ്ഞുതരാം, അല്പം അശ്ലീലം കേട്ടോ. നമ്മൾ വീട്ടിൽ നടന്നു പോകുമ്പോൾ അമ്മായിയമ്മ കിടക്കുകയാണ്, അമ്മായിമ്മയുടെ ഫ്രണ്ടിലും തുണി മാറിക്കിടക്കുക, അത് കണ്ടുകൊണ്ട് പോകുന്നത് എങ്ങനെയാണ്, അത് എടുത്തിട്ട് എങ്ങനെയാണ്, രണ്ടും തെറ്റല്ലേ? അതുപോലെയാണ് ഞാൻ വ്യാഖ്യാനിക്കുന്നത്, അത് മനസ്സിലാക്കുക. അതുപോലെയാണ് സ്വിറ്റ്സർലൻഡിൽ ഇട്ട് പണം എടുത്ത് പാവപ്പെട്ട് കൊടുക്കാന്നുണ്ട്, കൊടുത്തു. പക്ഷേ നിങ്ങളെവിടെ വന്നു? താഷ്കൽ വെച്ച് നമ്മുടെ ശാസ്ത്രിയുടെ മരണത്തെക്കുറിച്ച് അവിടെ 25 വർഷം കഴിഞ്ഞപ്പോൾ അവിടെ KGB റഷ്യയിൽ ചാരസംഘടന എഴുതിയ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഞങ്ങൾ അവിടെ ചെന്നപ്പോഴേ ആ മുറിയിൽ നിന്ന് ചെറിയ അനക്കവും ഞെരുക്കും കേൾക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ എന്തിനു വന്നു ചോദിച്ചാൽ പറയും അവർ അമേരിക്കൻ സംഘടന ചോർത്താൻ പോയേക്കണം. അവിടെ അറിയാൻ പറ്റുമോ? 25 വർഷം കഴിഞ്ഞാൽ പറഞ്ഞത്. അതുപോലെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഒരു ആത്മാർത്ഥതയുമില്ല, ഒരു സത്യസന്ധതയില്ല. ഇന്ത്യൻ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒരു സത്യസന്ധതയില്ല, അതില്ല. അതായത് അമേരിക്കയിലെ പ്രസിഡന്റിനെതിരെ അവിടെ ജനങ്ങൾ തെരുവിലിറങ്ങി. 6 മാസം പോലും ആയിട്ടില്ല. ഇന്ത്യയിലൊരു 11 വർഷമായി ഈ മോഡി ഗവൺമെന്റിന്റെ പ്രവർത്തനം. അതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയ അകത്തെടുക്കും. എത്രമാത്രം മോശമായ സംഭവങ്ങളാണ് ഇന്ത്യയിൽ നടക്കുന്നത്, ഓരോ രീതിയിൽ നടക്കുന്നത്. വിലവർദ്ധന മാത്രമല്ല, ജാതി മാത്രം, അങ്ങനെ അതെല്ലാം ചെയ്യണം. പിന്നെ മറ്റൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് നിർണായകമായ ഒരു കാര്യമാണ്, നമ്മൾ ചിന്തിക്കുന്നില്ല. അത് ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിയുടെ കേരളത്തിലെ ആദ്യത്തെ പ്രസിഡന്റ് ഞാനായിരുന്നു. ആ നിലക്ക് റെയിൽവേയായിട്ട് കുറച്ച് ബന്ധമുള്ളതുകൊണ്ടും സാധാരണഗതിയിൽ കേരളത്തിലെ റെയിൽവേ പാളത്തിൻ്റെ ഉപയോഗം 120 മുതൽ 130% വരെയാണ്. മറ്റ് സ്റ്റേറ്റുകളിൽ അത് 70 മുതൽ 80 വരെയാണ്. അത് നമ്മുടെ പാളം വേഗം തേഞ്ഞു കൊടുക്കും. കാരണം നമ്മളുടെ റെയിൽ പാളങ്ങളിൽ ഒരു 50 വർഷം മുമ്പെങ്കിലും 4 ലൈൻ ആക്കേണ്ടതാണ്. 50 വർഷം മുമ്പിൽ. ഇപ്പോഴാണ് പതുക്കെ ഷൊർണൂരിൽ നിന്ന് എറണാകുളത്തേക്കും ഇപ്പോൾ ഷൊർണൂരിൽ നിന്ന് മംഗലാപുരത്തേക്ക് 4 വരി പാതയൊക്കെ ആനൊക്കെ ശ്രമിക്കുന്നുണ്ട് പറയും. അതുകൊണ്ട് എന്ത് പറ്റത്തിൽ അപകടം കൂടും, പാളം തേയ്മാനം കൂടും, വീലിന് പോകുന്നുണ്ട്. അതാണ് ഒരു കാര്യം. അതങ്ങനെ നിൽക്കട്ടെ. അതിനർത്ഥം നമ്മൾ ഈ തലസ്ഥാനം ട്രിവാൻഡ്രത്ത് മാറ്റുമെന്ന് പറയുമ്പോൾ അവിടെയുള്ള ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷൻ വികസനം പരമാവധിയായി. ഇനി 1 ഇഞ്ച് സ്ഥലം പോലും അവിടെ ഇല്ല. എത്ര വണ്ടി അനുഭവിച്ചാലും കേരളത്തിലേക്ക് ഇല്ലാത്ത കാരണം ഒരു വണ്ടി പോലും ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് അനുവാദം കിട്ടുന്നത് ട്രിവാൻഡ്രം ജില്ല. എന്നിട്ട് വേളി കണ്ടുപിടിച്ച്, വേളി എന്ന സ്ഥലത്ത് തുടങ്ങി. പക്ഷെ അവിടെ വേണ്ടത് വിജയിക്കുന്നില്ല. ബോംബെയിൽ കുർള പോലെയല്ല, വേളിയിലേക്ക് 7 മണി വിജയവും ആൾക്കാർ പേടിയോ ആരും പോകുന്നില്ല, അത് വിജയിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കോഴിക്കോട് വന്ന ട്രെയിൻ അല്ലെങ്കിൽ തൃശ്ശൂർ വന്ന ട്രെയിൻ ഇരിങ്ങാലക്കുട വഴി കറങ്ങി തിരിഞ്ഞ് കളമശ്ശേരി വന്ന് അവിടെ പിന്നെ ഇടപ്പള്ളി ചേരാലൂർ വഴി കറങ്ങി എത്ര വളവ. നിങ്ങളാ ഫോട്ടോ നോക്കണം, നെറ്റിൽ അടിച്ചാൽ കിട്ടും റെയിൽവേ ലൈനിൻ്റെ ഫോട്ടോ. ഇങ്ങനെ വളഞ്ഞ് പാമ്പ് എഴുമ്പോലെയാണ്. അതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഞങ്ങൾ ആദ്യം പറഞ്ഞിട്ട് കളമശ്ശേരിയിൽ നിന്ന് പൊന്നുരുതിയിൽ വഴി തൃപ്പൂണിത്തുറക്ക് പാരലൽ ലൈൻ, അതായത് നമ്മുടെ റോഡിന് ബൈപ്പാസ് ഉള്ള പോലെ ഇതൊരു ബൈപ്പാസ് ലൈൻ വളരെ എളുപ്പത്തിൽ പോയതാണ്. അത് വെച്ച് കഴിഞ്ഞിട്ട് പൊന്നുരുതിയിൽ 100 കണക്ക് സ്ഥലം റെയിൽവേ കിടപ്പുണ്ട്. അതിന് വിചിരമായി കിടന്നിട്ടാണ് നാളെ ഒരു തമിഴ്ത്തിയായിട്ട് ഒരൊറ്റ വന്ന് തമിഴ്ത്തെ അവിടെ കൊന്നിട്ട് പോയി. അത് യാതൊരു തെളിവില്ലാതെ പോയില്ലേ. എത്ര വിജനമാണ്. അവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയാൽ, സെൻട്രൽ സ്റ്റേഷൻ തുടങ്ങിയാൽ കോട്ടയം വഴി പോകുന്ന എല്ലാ വണ്ടികളും നേരെ കളമശ്ശേരിയിൽ നിന്ന് പൊന്നുരുത്തി സ്റ്റേഷൻ കഴിഞ്ഞ് തൃപ്പൂണിത്തുറ വഴി കോട്ടയത്ത് പോവാം, എന്നിട്ട് വേണത് പോവാം. ബാക്കി ആലപ്പുഴ പോകുന്ന വണ്ടികളെല്ലാം സൗത്ത് നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിർത്തി പോകുന്നതാണ്. സ്ലോയിൽ വരുന്നല്ലേ, അപ്പോൾ നോർത്തിൽ നിർത്തി ആളെടുക്കുകയും കയറ്റുകയും ചെയ്യാം, സൗത്ത് നിർത്താം. ആൾക്കാർക്ക് പോയി തിരക്ക് കുറയും, അപകടം കുറയും.
അങ്ങനെ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് ഇന്ത്യൻ റെയിൽവേയിൽ ഞങ്ങൾ അടിച്ച് എൻ്റെ മാനേജറെ കണ്ട്, ഡിവിഷനിൽ മാനേജറെ കണ്ട് ഒരു 2-3 വർഷം മുമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഒത്തയോട് ഫോളോ അപ്പ് ചെയ്തില്ല. കാരണം നമ്മൾ ഈ തലസ്ഥാനത്ത് പുറകെ നിൽക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് കുടഞ്ഞ് അത് ഫയലെടുത്താൽ എത്ര എളുപ്പമാണെന്നറിയുമോ? കളമശ്ശേരിയിൽ നിന്ന് പൊന്നൂരി വഴി തൃപ്പൂണിത്തുറയ്ക്ക് പോകണമെങ്കിൽ ഏതാണ്ട് 4-5 കിലോമീറ്റർ കുറയും. അപ്പോൾ മറ്റ് ലൈൻ ഇപ്പോൾ ഏതായാലും എളുപ്പമുണ്ട്. കാരണം ഡബിൾ ലൈനാണല്ലോ ഇപ്പോൾ. എറണാകുളം വരെ ഡബിൾ ലൈനാണ്. അപ്പോൾ ഷൊർണൂരിൽ നിന്ന് എറണാകുളം വരെ 4 ലൈനാണ്. ആ 4 ലൈനിൽ ഒരു 2 ലൈൻ ഇതിൽ കിട്ടാൽ മതി. കളമശ്ശേരിയിൽ നിന്ന് എടപ്പള്ളി വഴി പോകുന്ന പകരം ആ 2 ലൈൻ എടപ്പള്ളിയിൽ നിന്ന് നേരെ പൊന്നൂരി വഴി അങ്ങ് ഇട്ടാൽ മതി. തൃപ്പൂണിത്തൊക്കെ എത്തുമല്ലോ. അപ്പോൾ എന്തോ ഒരു പൊന്നൂരി അവികസിതമായ മേഖല വികസിക്കുകയും ചെയ്യും. അവിടുത്തെ ഈ കള്ളവും ഒക്കെ മാറും, കൊലപാതകമൊക്കെ മാറും. തല്ലിക്കൊന്നിടുന്നത് അവിടെയാണ്. കാരണം ഏക്കണ് ഭൂമി വിജയനായി കിടക്കാണ്. എല്ലാവരും തല്ലിച്ചിട്ട് അവിടെ കൊണ്ടിട്ടാണ് പോകുന്നത്. എന്നിട്ട് തീവണ്ടി മുട്ടി മരിച്ചാന്ന് പറയുകയും ചെയ്യുമല്ലോ. അങ്ങനെയൊക്കെയുള്ള കാര്യം, അതുപോലുള്ള കാര്യം രാഷ്ട്രീയ നേതാക്കളെ പിന്നെ മറ്റ് ഉദ്യോഗസ്ഥന്മാരെ നിങ്ങൾ എന്തുകൊണ്ടതൊക്കെ ചിന്തിക്കുന്നില്ല? ചിന്തിക്കാനുള്ള ഒരു നോളജ് നിങ്ങൾക്കില്ലെങ്കിൽ ചിന്തിക്കുന്നവർ അത് നിങ്ങൾക്ക് രേഖ പോലും പ്രൊജക്ട് റിപ്പോർട്ട് പോലും തരുന്നില്ല. എങ്ങനെ ചെയ്യണം, അഭിപ്രായം ചെയ്യണം, അതേക്കുറിച്ച് നിങ്ങൾ പിടിക്കാൻ പാടില്ലേ? ചിന്ത വേണ്ട. അങ്ങനെ ചിന്തിച്ച് കണ്ടുപിടിച്ച് നിങ്ങളെ ഏൽപ്പിക്കുമ്പോഴേ അതിനെക്കുറിച്ചെങ്കിലും നിങ്ങൾ ഒരു പഠനം നടത്താൻ പാടില്ലേ? ഒന്ന് പഠനം നടത്താൻ പാടില്ലേ? നിങ്ങൾ സ്വയം ചിന്തിക്കണ്ട, അതല്ലേ മനസ്സിലാക്കേണ്ടത്. അതങ്ങനെ ചെയ്യണം. ഒരു കാര്യം കൂടി പറഞ്ഞ് നിർത്താം. അത് ശ്രീമാൻ അൻവറിനെ കുറിച്ചാണ്. ഞാൻ മുസ്ലിം സമുദായത്തിൽ ജനിച്ചാണ്. മരണം വരെ മുസ്ലിമായി നിൽക്കാൻ തന്നെ ആഗ്രഹിക്കുന്നത്. എന്നുവെച്ചാൽ മറ്റെല്ലാവരും സ്നേഹിച്ചും ബഹുമാനിച്ചും ആദരിച്ചു കൊണ്ട് തന്നെ ഞാൻ എൻ്റെ മതത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ സമുദായത്തിൽ പ്രത്യേകിച്ച് അല്പം സമ്പത്തുള്ളവർ മണ്ടത്തര കാണിക്കുന്നത്. അതിലൊരു നമ്പർ 1 ആളാണ് അൻവർ. എന്താ അൻവറെ കുറിച്ച് പറയാമെന്ന് കാരണം അറിയുമോ? അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM-ൽ നിന്നാൽ കിട്ടിയ അത്ര ഒരു ആനുകൂല്യം ഇന്ന് ഇന്ത്യയിൽ ഒരു പാർട്ടിയിലും കിട്ടില്ല. അത് നേതാക്കന്മാർ കിട്ടുന്ന ആനുകൂല്യം സൗകര്യത്തെ എത്ര വലുതാണെന്നറിയോ? ഇത്രയും സ്വാതന്ത്ര്യം കിട്ടുന്ന എന്ത് ചെയ്യാനും ആനുകൂല്യം ചെയ്യുന്ന പാർട്ടി വേറെ ഇന്ത്യയിലില്ല. ആ പാർട്ടിയാണ് പിന്നെ അൻവർ പണിക്ക് പോകുന്നത്. ഓക്കെ, അത് ചില കാര്യങ്ങളുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു ഉല്ലാസ കേന്ദ്രം തുടങ്ങിയില്ല. അവിടെ കോടികൾ മുടക്കുന്നുണ്ട്. അത് വിജയിക്കാൻ പറ്റുമോ? കൊല്ലത്തുനിന്ന് ഏതോ ഒരു ബിസിനസ്സുകാരുടെ ഒരാൾ എന്തോ കാര്യം ചെയ്തപ്പോൾ ഇയാൾ ധിക്കാരം കാണിച്ച് അതിൻ്റെ പേരിൽ അയാൾ പിന്നെ കുത്തിപ്പൊക്കി എല്ലാം കുത്തിപ്പൊക്കി അതെല്ലാം പൊളിഞ്ഞ് 1000 കോടികൾ നഷ്ടമാണ്. വേറെ ചില ഗ്രൂപ്പുണ്ടല്ലോ ഇവിടെ എറണാകുളത്ത് ഏതാണ്ട് അവർക്ക് എത്ര വർഷമായി 20-25 വർഷം നടത്തിയിട്ട് അതിൻ്റെ പേരിൽ ഒരു 1500 കോടി രൂപയെങ്കിലും നികുതി വെട്ടിച്ചിട്ടുണ്ട്. ആരെങ്കിലും വേണ്ടുന്നുണ്ടോ? ഇല്ല. അവർ ആകെ കൊടുത്തേക്ക് 50 ലക്ഷം രൂപയാണ്. 20 വർഷത്തേക്ക് 1500 കോടിയായിട്ട് നികുതി കൊടുക്കേണ്ടത് 50 ലക്ഷം മാത്രമേ കൊടുത്തുള്ളൂ. ബാക്കിയെല്ലാം ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം പങ്കിട്ട് കൊടുത്ത് ഇപ്പം ഫയലും ഇല്ല, പേരും മാറ്റി. അപ്പം അങ്ങനെ പേരില്ല, വേറെ പേരിട്ട്. എന്താ കാരണം? 1000 കോടിയുടെ അഴിമതിയാണ് പറഞ്ഞിരിക്കുന്നത്. അഴിമതി. ആ മനുഷ്യൻ കാണുന്ന ആൾ ദൈവങ്ങൾ. ആ മനുഷ്യൻ ഇന്ന് കേരളത്തിൽ ആൾ ദൈവം, സമുന്നതനും അൻവർ രാജ്യദ്രോഹികൾ മോശക്കാരായി. അതിന് കാരണം എന്താണ്? അദ്ദേഹം നയത്തിൽ നിൽക്കുന്നു, അഹങ്കാരം കാണിക്കില്ല. അതാണ് ഞാൻ പ്രത്യേകം കുറ്റപ്പെടുത്തിയല്ല. അദ്ദേഹം അവരുടെ കാര്യം നോക്കി ആര് വന്നാലും നല്ല വാക്ക് പറഞ്ഞ് ഒച്ച അവർ കാര്യം നടത്തും. ഈ മകൻ മണ്ടത്തം കാണിക്കുന്നു. അത് ഏറ്റവും വലിയ ഉദാഹരണം. പലതൊക്കെ പോട്ടെ, അവസാന കൈ AICCയുടെ പ്രസിഡന്റിന്റെ അനുവാദത്തോടെ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥി നിർണയം നടത്തിയെക്കുറിച്ച് പറഞ്ഞ് ഡൽഹിയിൽ പ്രഖ്യാപിക്കുന്ന അതേ സമയത്ത് ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ വളരെ എളുപ്പമായതുകൊണ്ട് പെട്ടെന്ന് വീട് അറിയാമല്ലോ. പണ്ടൊക്കെ നാളെ അറിയുള്ളൂ പത്രത്തിൽ വന്ന്. ഇതിപ്പോൾ അപ്പം തന്നെ അറിയാം. ഇപ്പോൾ ഞാൻ പത്രത്തിൽ നോക്കാമല്ലോ. കാരണം ഇപ്പോൾ അറിയുന്ന ന്യൂസാണ് നാളെ പത്രത്തിൽ കിട്ടുന്നത്. ആര് വായിക്കുന്നത്? പത്രം ഇല്ലെന്ന് മാത്രമല്ല, പേപ്പർലെസ് യുഗമാണ് വരാൻ പോകുന്നത്. പേപ്പർലെസ് ഏജ് എന്ന് പറയും. ഇനി പത്രം ഉണ്ടാവില്ല, ന്യൂസ് പേപ്പറല്ല, പത്രം ഉണ്ടാവില്ല. അങ്ങനെ ഇപ്പോൾ ആ സ്ഥാനാർത്ഥി പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ പ്രഖ്യാപനം. വാസ്തവത്തിൽ ക്ഷമാശീലായി UDF നേതാക്കൾ ഈ കാരണത്തിലടിയില്ലേ കടിക്കില്ലേ? കാരണം നിങ്ങൾക്ക് ഏതാളെ സ്ഥാനാർത്ഥി നിർത്താം, അത് നിങ്ങളുടെ ഇഷ്ടം. മറ്റൊരു പാർട്ടി, അത് ഒരു മുന്നണി പാർട്ടി, മുന്നിലെ പ്രധാന കക്ഷി, ഇന്ത്യയിൽ അറിയപ്പെടുന്ന കക്ഷി കോൺഗ്രസ്. ആ കോൺഗ്രസിന്റെ AICC പ്രസിഡന്റ് അനുവാദത്തോടെ
പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി അനൗൺസ് ചെയ്തപ്പോഴേ അത് പറ്റില്ലാതെ പറഞ്ഞപ്പോൾ അവൻ്റെ ആദാജിയുടെ കാരണത്തിൽ അടിക്കട്ടല്ലേ. കോൺഗ്രസ്സുകാർ വളരെ മര്യാദക്കാരും ക്ഷമാശീലായതുകൊണ്ട് ചെയ്തില്ല. അത് ഏറ്റവും ബാക്കി വേണ്ടത്രയൊക്കെ പോട്ടെ. കാരണം രണ്ട് മുഖ്യ ശത്രു ഒന്നുള്ളൂ. ഏതൊരു വ്യക്തിക്കും മുഖ്യ ശത്രു ഒന്നുള്ളൂ, ബാക്കിയെല്ലാം അപ്രസക്തമായ ശത്രു അല്ലെങ്കിൽ അപ്രധാന ശത്രുവാണ്. അപ്പം നിങ്ങൾ എന്താണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിണറായി വിജയൻ മുഖ്യ ശത്രുവായിട്ട് വരികയും RSSനെതിരെ ശക്തമായിട്ട് പേരെടുത്ത് പറഞ്ഞ് വിമർശനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അടുത്തൊരു താങ്ങ് കൊടുക്കേണ്ടോ? ഇന്ദിരാഗാന്ധി അമേരിക്ക തെറ്റി ഉടനെ റഷ്യയായിട്ട് ഒരു സപ്പോർട്ട് ചെയ്യില്ലേ? അതൊരു ബുദ്ധി കാണിച്ചു. അപ്പം നിങ്ങൾ അപ്പോൾ കാണിക്കുന്ന ബുദ്ധി എന്തായിരുന്നു? UDF അടുത്ത കക്ഷി, UDFിൽ ആളെ സോപ്പിട്ട് നിൽക്കണ്ടേ? അത് ചെയ്തോ? നിങ്ങൾ ചെയ്ത് മുഴുവൻ മണ്ടത്താണ്. ഇതെന്താ പറ്റുന്ന വെച്ചാൽ നിങ്ങൾ പോലും കുറച്ച് സമ്പത്തും സൗകര്യവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളവർ ഇതുപോലുള്ള മണ്ടത്തിൽ പോയി കഴിഞ്ഞാൽ ബാക്കി സമുദായത്തിനാണ് പറ്റുന്നത്. പാവം മൊയ്തീൻ ഷാലി മറ്റുള്ളവരൊക്കെ എന്ത് പറഞ്ഞാൽ എന്ത് കാര്യമില്ല, അവർക്കറിയാം സമ്പത്തില്ലല്ലോ, അത് സാധാരണക്കാരനല്ലേ. നിങ്ങളിലെ കോടീശ്വരം 50 കോടി കാണിച്ച് 100 കോടിയിൽ ഉണ്ടാവില്ല സ്വത്ത്. നിങ്ങളെപ്പോലും ഇങ്ങനെ മണ്ടത്ത് കാണിച്ച ആ സമുദായത്തിന് ക്ഷീണം വരുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ മുസ്ലിം സമുദായത്തോട് പറയുന്നത്, നിങ്ങൾ ദയവ് ചെയ്ത് കൗണ്ട് റിട്ടേൺ ബിഫോർ ആക്ഷൻ. ഒരു കാര്യം ചെയ്യുന്ന മുമ്പ് 10 വരെ എണ്ണണം എന്ന് പറയും പോലെ നിങ്ങൾ ആലോചിച്ച് പറയൂ. കാണുന്ന സ്റ്റേജ് കിട്ടിയാൽ എന്തും പറയാനുള്ള രീതി ശരിയല്ല. ആലോചിച്ച് പറഞ്ഞ് ഇനിയെങ്കിലും രക്ഷപ്പെടാൻ മാർഗം നോക്ക്. ഇപ്പോൾ അത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ പിളർത്തി അത് UDF ചേർക്കാൻ വേണ്ടി സതീശൻ ശ്രമിക്കുന്നു. പിന്നെ CPI പോലും സതീശൻ ക്ഷണിക്കുന്നു. മറിച്ച് അതേ സതീശൻ പറയുന്നു അൻവറിനെ തുടർന്ന് പ്രശ്നമില്ലെന്ന്. ഇനി ഉള്ളോട് വല്ല കാരണം എനിക്കറിയില്ല, ഞാൻ പുറത്ത് കണ്ട പറയാം. എന്താ കാരണം? സതീശനും അക്കാര്യത്തിൽ ഒരു ചെറിയ വീഴ്ച വരുന്നുണ്ട്. അത് സതീശ ഇലക്ഷനും അറിയും. മറ്റൊന്ന്, അൻവറാണെങ്കിൽ 100% വീഴ്ച കാണിച്ച് മാത്രമല്ല താൻ ഈ പോക്കിത്തരം കാണിച്ച്. കാരണം ഒരു പ്രതിപക്ഷ നേതാവ്, നമ്മൾ ചെല്ലുന്ന മുന്നണിയുടെ നേതാവ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുറച്ച് വിധേയത്വം കാണിക്കണ്ടേ? അതിൽ നല്ല അത് കാണിക്കാത്തതിൻ്റെ പേരിൽ നിങ്ങൾ പറ്റുന്നെങ്കിൽ ഇപ്പം നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഒന്നാമതൊരു MLA ആയിരുന്നല്ലേ. LDFിൻ്റെ MLA എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ വെയിറ്റ് ഉണ്ട്. ഇനി LDFിന് ഇന്ത്യ കേരളത്തെ സംബന്ധിച്ച് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഭരണം ഇല്ലെങ്കിൽ പോലും ആ പാർട്ടിയുടെ നേതാവ് എന്ന് പറഞ്ഞാൽ അതിന് സമൂഹത്തിൽ വിലയുണ്ട്, ഡിപ്പാർട്ട്മെന്റ് വിലയുണ്ട്, പോലീസ് വിലയുണ്ട്. ഭരണം ഇല്ലെങ്കിൽ പോലും അത് കേഡർ പാർട്ടിയാണ്. അതിൽ നിന്ന് നിങ്ങൾ പോകുന്നു എന്തുവാട്ടെ പോകുന്നു, ഞാൻ കുറിച്ച് പറഞ്ഞില്ല. ആ പോന്നിട്ട് അവർ മുഖേനയാണ് ഇപ്പോൾ കോൺഗ്രസ് ഈ നേട്ടം കിട്ടിയെന്ന് ജയിച്ചൊക്കെ. അതിനുവേണ്ടി വില കൊടുത്തത് അൻവറാണ്. അപ്പോൾ അൻവറിൽ നിന്ന് അങ്ങനെ അല്പസ്വല്പമൊക്കെ ബുദ്ധിമോശം കാണിച്ചെങ്കിൽ അത് കരുതിക്കൂട്ടി അല്ലത് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തെ ഉൾക്കൊള്ളാമായിരുന്നു സതീശന്. അത് സതീശൻ അവിടെയാണ് സതീശൻ നീങ്ങണ്ട്. സതീശനെ ഇപ്പം ആളാക്കിയത് ഈ അൻവർ രാജിവെച്ച അയാളുടെ ജീവിതം കളഞ്ഞ ശേഷമാണ്. അത് മനസ്സിലാക്കാതെ ആ ഒരു തെറ്റ് നമ്മുടെ കൊച്ചു മടിയിൽ നിന്ന് മൂത്രയ്ക്ക് എന്ത് ചെയ്യുക? കൊച്ചു കൊല്ലാണോ സതീശ ചെയ്യുന്നത്? ആ കൊച്ചു നമ്മൾ മുണ്ട് മാറ്റിയെടുക്കും. അതുപോലെയാണ് അൻവറിൽ ഒരു വീഴ്ച പറ്റി, ശരിയാണ്, യാതൊരു സംശയക്കാത്തില്ല. ഒരു പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ, ഒരു മുന്നണിയുടെ ആളെന്ന നിലയിൽ അദ്ദേഹം 100% തെറ്റുപറ്റി. പക്ഷെ അത് കരുതിക്കുട്ടിയല്ല, അത് മനസ്സിലാക്കണം. കരുതിക്കുട്ടിയാൽ നിലക്ക് അത് മാറ്റി വെച്ച് മറച്ചു വെച്ചു അല്ലെങ്കിൽ പുറത്തു കൊടുത്തിട്ട് പുള്ളി കൂടെ നിർത്താൻ പാടില്ലെന്നോ ചെയ്തില്ല. ഇപ്പോൾ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്നതിൽ കോൺഗ്രസ് ശ്രമിക്കണ്ടോ? കോൺഗ്രസ് ശ്രമിച്ചില്ലെങ്കിൽ ഞാൻ പറയാണ്ട് 14,000 വോട്ട് വെച്ച് കേരളത്തിൽ ഓരോ മണ്ഡലത്തിലും അൻവറിൻ്റെ അല്ല, അൻവർ എന്ന പ്രത്യയശാസ്ത്രം, ആ ഒരു പോളിസി, ആ മാറ്റർ അതിനെ അനുകൂലിക്കുന്നവരുണ്ട്. 14,000 പേരിൽ ഓരോ മണ്ഡലത്തിൽ 4,000 പേരുകൾ മാറിക്കഴിഞ്ഞാൽ പ്രദേശൻ്റെ എല്ലാ ആഗ്രഹവും നിറവേറില്ല, പൊട്ടിപ്പോവും. അത് മര്യാദക്കും സ്നേഹത്തിൽ പറയാണ്, അൻവറിനെ നിങ്ങൾ സംസാരിച്ച് തെറ്റുണ്ടെങ്കിൽ തിരുത്തി പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകണം. ഭാരമായിട്ട് തോന്നരുത്. എല്ലാം കോടതി പിരിഞ്ഞതിന് ശേഷം നിയമം തെളിഞ്ഞിട്ട് കാര്യമില്ലെന്ന് വീണ്ടും പറയണം. കോടതിയിൽ വാദിച്ചപ്പോൾ വക്കീലിന് നിയമം കിട്ടിയില്ല. അതിന് വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് മുറുക്കാൻ ചോദിച്ച് ചെന്നപ്പോൾ ഭാര്യ മുറുക്കാൻ കൊടുത്ത് ചെന്നപ്പോൾ അല്ല ഇങ്ങനെ പറയാൻ തോന്നി. അത് കാര്യമുണ്ടോ? അപ്പോഴേക്ക് ജഡ്ജി വിധി പറഞ്ഞ് പുറത്തുപോയില്ലേ? അതുപോലെ നിങ്ങളുടെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ചാൻസാണ്. ഈ ലാസ്റ്റ് ബസ് ഇനിയും രണ്ടാമതൊരു ലാസ്റ്റ് ബസ് ഇല്ല. അപ്പോൾ സതീഷിന്റെ കോൺഗ്രസ് കൂട്ടുകാരും മനസ്സിലാക്കേണ്ടത് അൻവറിനെ എങ്കിലും കൂടെ നിർത്താതെ അൻവർ പുറത്തെ കുട്ടികൾ ലീഗാരോട് പറയണം. ഇല്ലെങ്കിൽ ലീഗും അൻവറും പിന്നെ സതീഷിനൊക്കെ വെള്ളം കുടിക്കും. കാരണം 1 കോടി, ഞാൻ വീണ്ടും പറഞ്ഞ് നിർത്തിയാൽ ഈ വരികയാണ് നിർത്താണ്. 1,40,00,000 മുസ്ലിങ്ങളാണ് ഇന്ത്യയിലുള്ളത്, കേരളത്തിലുള്ളത്. ജനസംഖ്യ 30-38%. അതിൽ 30%, ഒരു 25,000 ലീഗിനും, ഒരു 10,000 കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും, ഒരു 15 വേണമെങ്കിൽ കോൺഗ്രസും. അപ്പോൾ 25 50 പോയാൽ എത്രയുണ്ട്? 90 ലക്ഷം മുസ്ലിം വോട്ടർമാർ പുറത്ത് കിടക്കാണ്. അവരാണ് ഇവിടുത്തെ ആര് ഭരിക്കുന്നത് തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് കണക്കറി ഞാൻ പറഞ്ഞുതരാം.
അപ്പോൾ അവർ വോട്ട് നിങ്ങൾ മന്ദബുദ്ധിയാക്കി അവരെ ആക്കരുത്. അൻവർ നിങ്ങൾ മന്ദബുദ്ധി ആക്കിയോ, ലീഗ് നിങ്ങൾ മന്ദബുദ്ധി ആക്കിയോ, പക്ഷേ ഈ 90 ലക്ഷം മുസ്ലിങ്ങളുള്ള നിങ്ങൾ മന്ദബുദ്ധി ഒരിക്കലും ആക്കരുത്. സതീഷായത് പോലെയാണ് ഞാൻ വാക്കുന്നത്. ജയ് ഹിന്ദ്.